രാജ്യത്തെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി വ്യവസായം വമ്പിച്ച വളർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്. വരും വർഷങ്ങളിൽ ഈ രംഗത്തെ തൊഴിൽ സാധ്യതകളിൽ വൻപിച്ച കുതിച്ചുകയറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ വ്യവസായം 6.1 ദശലക്ഷം പുതിയ തൊഴിലവസരങ്ങൾക്ക് ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ടൂറിസം മേഖലയുടെ വളർച്ച മാത്രമല്ല, ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റത്തിലും ഇത് സുപ്രധാന പങ്ക് വഹിക്കുമെന്നും കണക്കാക്കുന്നു. 18ാമത് വാർഷിക CII ടൂറിസം ഉച്ചകോടിയിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും EYയും പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളിലാണ് ഇക്കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ വ്യാപനത്തിന് ശേഷമുള്ള കാലയളവിൽ ഈ മേഖല ശക്തമായ തിരിച്ചുവരവാണ് നടത്തുന്നത്. നിലവിൽ ഈ മേഖല ഇന്ത്യയുടെ മൊത്തം തൊഴിൽ ശക്തിയുടെ ഏകദേശം 8% മാത്രമാണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ, അതായത് 2034 ആകുമ്പോഴേക്കും ഈ മേഖലയിലെ ചിലവുകൾ 1.2 മടങ്ങ് വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് 61 ലക്ഷം തൊഴിലാളികളുടെ ആവശ്യം സൃഷ്ടിക്കും. ഇതിൽ 46 ലക്ഷം പുരുഷന്മാരും 15 ലക്ഷം സ്ത്രീകളും ഉൾപ്പെടും. തൊഴിലാളികളുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്നത് പരിഹാരമാക്കുന്നതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സുസ്ഥിര ടൂറിസം, ഉപഭോക്തൃ പിന്തുണ എന്നിവയിൽ പ്രത്യേക വൈദഗ്ധ്യത്തിൻ്റെ ആവശ്യകത റിപ്പോർട്ട് എടുത്തു കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഭാവിയിൽ ഉണ്ടാകുന്ന ആവശ്യകതയ്ക്കനുസരിച്ച് തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിനായി വ്യവസായ അസോസിയേഷനുകളുമായി ചേർന്ന് വ്യക്തമായ കോഴ്സുകളും പരിശീലന പരിപാടികളും ആവിഷ്കരിക്കുകയും ടൂറിസം മന്ത്രാലയത്തിന് കീഴിൽ ഇത് സംബന്ധിച്ച് പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും രൂപീകരിച്ച് പ്രത്യേക ടാസ്ക് ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്ത്യയുടെ ടൂറിസം വ്യവസായത്തിൽ ഹോസ്പിറ്റാലിറ്റി ജീവനക്കാർ മുതൽ ഇക്കോ ടൂറിസം വിദഗ്ധർക്കും ഡിജിറ്റൽ വിപണനക്കാർക്കും ഉൾപ്പെടെ ഉള്ളവരുടെ ജോലിയുടെ ഭാവി ശോഭനമാക്കുമെന്ന പ്രതീക്ഷ നൽകുന്നു. 2034ഓടെ വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് കണക്കാക്കുന്ന ടൂറിസം മേഖലയിൽ നിന്ന് ഇന്ത്യ മികച്ച നേട്ടങ്ങൾ കൊയ്യും.